أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ടവരെ, നമ്മൾ തദ്രീബിൻ്റെ 47ാമത്തെ ക്ലാസ്സിലാണല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തജ്വീദിൻ്റെ ചില അഹ്കാമുകളൊക്കെ, ഇപ്പോൾ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ കുറച്ച് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഖൽഖല പറഞ്ഞു. ഇങ്ങനെ വിശദമായ തജ്വീദ് പഠനത്തിലേക്ക് നമ്മൾ വരാനുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ഒന്നാമത്തെ ബാച്ചിലൊക്കെ നടത്തിയതുപോലെ തദ്രീബ് എന്ന പേരിൽ തന്നെ നമുക്ക് ഈ കോഴ്സിന് വേണ്ടി പ്രത്യേകമായി തയ്യാർ ചെയ്ത കിതാബുണ്ട്. അത് കയ്യിലുള്ള ധാരാളം ആളുകളുണ്ട്. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ പലർക്കും ആ കിതാബ് കൈവശമുള്ളവരാണ്. പലരും ആ കിതാബ് കൈവശമുള്ളവരാണ്. ഇല്ലാത്തവർ ധാരാളമുണ്ട്. അവർക്ക് വേണ്ടി നോക്കിയേ, ഇതാണ് ആ കിതാബിൻ്റെ പുറം ചട്ട, തദ്രീബ്. കണ്ടല്ലോ, ഈ കിതാബിൽ തജ്വീദിൻ്റെ ഒട്ടുമിക്ക നിയമങ്ങളും അത് മലയാളത്തിലാണ്. അതോടൊപ്പം അറബിയിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ അതിൽ QR കോഡ് സിസ്റ്റം സംവിധാനിച്ചിട്ടുണ്ട്. ഓരോ പാഠത്തിലും 10-40 ചാപ്റ്ററുകളിലായി എല്ലാ നിയമങ്ങളും എന്ന് പറയാം ഇതിൽ ഉദാഹരണ സഹിതം വിവരിച്ചിട്ടുണ്ട്. നമ്മൾ മൊബൈൽ കൊണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ ഉദാഹരണങ്ങളും എങ്ങനെ വായിക്കണം, എങ്ങനെയാണ് ഇഖ്ഫാഇൻ്റെ ശബ്ദം, എങ്ങനെയാണ് ഇദ്ഗാം ചെയ്യേണ്ടത്, അക്ഷരങ്ങൾ മലയാളത്തിൽ തീരെ ഇല്ലാത്ത 12 അക്ഷരങ്ങളും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള വഴികളും ഒക്കെ ഈ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്ക് നന്നായി ഉപകാരപ്പെടുന്നൊരു കിതാബാണ്. നമ്മുടെ ഈ കോഴ്സിന് അത്യാവശ്യമാണ്. ആ കിതാബ് വെച്ചാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ എക്സാം നടക്കുക, പരീക്ഷ നടക്കുക, ടെസ്റ്റ് നടക്കുക. അതുകൊണ്ട് തദ്രീബിലെ ഓരോ പഠിതാവിൻ്റെയും അടുത്ത് ഈ കിതാബ് നിർബന്ധമാണ്. അതുകൊണ്ട് ഈ കിതാബ് എല്ലാവരും ഒരു കോപ്പി കൈവശപ്പെടുത്തണം. അതിന് ഏറ്റവും സുതാര്യമായൊരു വഴി പറയാം. സ്ക്രീനിൽ നോക്കിയേ, ഈ നമ്പർ നമ്മുടെ സമസ്ത ബുക്ക് ഡിപ്പോ നമ്പറാണ്. ഇതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ ഒരു കോപ്പി വേണം, അല്ലെങ്കിൽ 2 കോപ്പി വേണമെങ്കിൽ അങ്ങനെ ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ വഴി നിങ്ങളുടെ കയ്യിൽ കിതാബ് കിട്ടും. 170 രൂപയ്ക്കാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൈകളിൽ ആ കിതാബ് കിട്ടുക. അതുകൊണ്ട് എല്ലാവരും ഓരോ കോപ്പി ഇത് കൈവശപ്പെടുത്തണം. എന്നിട്ട് നമുക്ക് ഓരോ പാഠവും വളരെ വിശദമായി തന്നെ പഠിച്ച് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ, ചെറിയ ഒരു ടെസ്റ്റൊക്കെ വരും, ഒരു പരീക്ഷ എന്ന പേരിൽ. അപ്പോൾ അതിനൊക്കെ ഈ കിതാബ് എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കൽ അത്യാവശ്യമാണ്. ഈ കിതാബിൽ നിന്നാണ് നമ്മൾ പരീക്ഷയൊക്കെ വരിക, ക്വസ്റ്റ്യനൊക്കെ വരിക. അതുകൊണ്ട് എല്ലാവരും ഒരു കോപ്പി കൈവശപ്പെടുത്തണം. അതോടൊപ്പം തജ്വീദ് പഠിക്കാൻ താല്പര്യമുള്ള
എല്ലാവർക്കും ഇതൊരു കോപ്പി കയ്യിലുണ്ടായാൽ ഈ QR കോഡ് സംവിധാനം കൂടെ ഉള്ളതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കി പഠിക്കാനൊക്കെ സഹായകമാകുന്ന കിതാബാണ് തദ്രീബ്. നമ്മൾ ഈ കോഴ്സിൻ്റെ പേര് തന്നെയാണ് കിതാബിൻ്റെ പേര് തദ്രീബ് എന്ന്. അതുകൊണ്ട് എല്ലാവരും ഓരോ കോപ്പി കൈവശപ്പെടുത്തണം. ഉടനെ തന്നെ വാട്സപ്പിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആമുഖമായി ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഖിറാഅത്ത് തുടങ്ങാം. സൂറത്തുൽ മാഇദ ആണല്ലോ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. 26 ആയത്തുകൾ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയിട്ടുണ്ട്. ഇനി ഇന്ന് 27ാമത്തെ ആയത്ത് മുതലാണ് ഓതുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واتل عليهم نبأ ابني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين لئن بسطت إلي يدك لتقتلني ما أنا بباسط يدي إليك لأقتلك إني أخاف الله رب العالمين إني أريد أن تبوء بإثمي وإثمك فتكون من أصحاب النار وذلك جزاء الظالمين فطوعت له نفسه قتل أخيه فقتله فأصبح من الخاسرين فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه قال يا ويلتى أعجزت أن أكون مثل هذا الغراب فأواري سوءة أخي فأصبح من النادمين. Okay. واتل عليهم نبأ ابني آدم بالحق വത്ലു അലൈഹിം. അവിടെ ഒരു കാരണവശാലും വത്ലു അലൈഹിം ലൂ നീണ്ടു പോകരുത് കേട്ടോ. വത്ലു അലൈഹിം ഇല്ല. വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദമ. എങ്ങനെയാ? നബഅ ഇബ്നൈ ആദമ. എല്ലാവരും കൂടുതൽ പറഞ്ഞു നോക്കി. നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനാ. ഖറബാ ഖുർബാന. ഫതുഖുബ്ബില. ശരിക്കും ശ്രദ്ധിക്കണം. ഫ കഴിഞ്ഞ് താഇനും ളമ്മാണ് ഖാഫിനും ളമ്മാണ്. ഫതുഖുബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖരി ഖാല ലഅഖ്തുലന്നക വലം യുതഖബ്ബൽ മിനൽ ആഖരി ഖാല ലഅഖ്തുലന്നക്. ശദ്ദുള്ള നൂനുണ്ട്. അതുപോലെ ഖാഫാണ്. ഖൽഖല പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഖാല ലഅഖ്തു അല്ല ലഅഖ്തുലന്നക് ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. എങ്ങനെ? قال إنما يتقبل الله من المتقين. അടുത്തത് നോക്കി. لئن بسطت إلي يدك لتقتلني. അവിടെ നോക്കി, സ്ക്രീനിൽ നോക്കി. കുറച്ച് വലുതായി തന്നെ കാണുന്നു. എന്ത്?
ലഇം ബസത്ത, അവിടെ ഇഖ്ലാബ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ലഇൻ എന്ന സുക്കൂനിന് ശേഷം ബ വന്നിട്ടുണ്ട്, ഇഖ്ലാബ് ഉണ്ട്. അതിന് ശേഷം നോക്കിയേ, ബ സ കഴിഞ്ഞ് ഒരു തോവും പിന്നെ ഒരു താവും അല്ലേ. ആ തോയിനാണെങ്കിൽ ഫത്ഹോ കസ്റോ ദമ്മോ ഒന്നുമില്ല, അതായത് സുക്കൂനുള്ള തോ ആണ്. അതിനുശേഷം ത, ഇവിടെ ഇദ്ഗാം ചെയ്യണം, അതായത് ബസത്ത അല്ല, എല്ലാവർക്കും അറിയാം. പിന്നെയോ ബസത്ത എന്ന് ശരിക്കും പ്യൂർ ത പറയുന്നതിന് മുമ്പ് തോ എന്ന ഹർഫിൻ്റെ ഇസ്തിഅലാഉം ഇത്ബാഖും, അതായത് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് തദ്രീബ് എന്ന കിതാബ് കിട്ടുന്നതോടുകൂടി അതൊക്കെ വിശദമായിട്ട് പഠിക്കും. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ ഇനിയും വരാനുണ്ട്. ബസ എന്ന് നോക്കി ബസ എന്ന് പറഞ്ഞതിന് ശേഷം വായ നിറച്ചൊരു തോ പറയാൻ ഒരുങ്ങിയിട്ട് താ പറയാം, അങ്ങനെ പറയാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബസ കഴിഞ്ഞ് തോ പറയില്ല, തോ. എന്നാലോ തോ എൻ്റെ ശബ്ദം വേണോ? വേണ്ട, നേരെ തായിലേക്ക് ചെറിയൊരു ശബ്ദത്തോടുകൂടി ലഇം ബസത്ത. ഓക്കെ. ഇദ്ഗാം എന്ന് പറയുമ്പോൾ അത് പല പേരിലും അറിയപ്പെടുന്ന ഇദ്ഗാമുണ്ട്, അതിൽ ഒരു പ്രത്യേക ഇദ്ഗാമാണിത്. അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പേരൊക്കെ പഠിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ആ തോയിൻ്റെ വായ നിറഞ്ഞൊരവസ്ഥയിലേക്ക് വന്നിട്ട് നേരെ തായിലേക്ക് വരണം. അതോടൊപ്പം ബസ എന്ന സീൻ ഒരിക്കലും സ്വാദാവാൻ പാടും ഇല്ല, ഇവിടെ പാടില്ല. ചില ആളുകളൊക്കെ ലഇം ബസോ തോ, ബസോ തോ ഉണ്ടല്ലോ തൊട്ടടുത്ത് എന്നതുകൊണ്ട് സ്വാദായിട്ട് ലഇം ബസത്തോ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച്, ഇങ്ങനെ കുറച്ച് ഉദാഹരണങ്ങളുണ്ട് ഖുർആനിൽ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതി യദിയ ഇലൈക ലിഅഖ്തുലക മാ അന ബിബാസിത്തിൻ, അവിടെയും സി ആണ്, സ്വാദ് ബിബാസി പറയരുത്. എന്നിട്ടോ തോയിന് പകരം ബാസിത്തിൻ എന്ന് തായാകാൻ പറ്റുമോ? അതും പറ്റൂല. മാ അന ബിബാസിതി യദിയ ഇലൈക ലിഅഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. നമ്മൾ പഴയ തുടക്കത്തിൽ ഫാത്തിഹയിലൊക്കെ പറഞ്ഞതുപോലെ റബ്ബൽ ആലമീൻ, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. റബ്ബല്ല, റബ്ബാണ്. എന്താ ഇപ്പം അങ്ങനെ പറഞ്ഞ? റബ്ബല്ല, ഞാനോ റബ്ബൽ ആലമീൻ. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി. ഓക്കെ, ഒരുമിച്ച് നോക്കിക്കേ. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. ജസാഉ മദ്ദാണ്, മുത്തസിലാണ്, ഇൻഷാ അല്ലാഹ് പഠിക്കും. ഇപ്പം നമ്മൾ മദ്ദിൻ ചിഹ്നം കണ്ടാൽ ഒത്തിരി നീട്ടുക കുട്ടികളെ, മടി കാണിക്കരുത്. അവിടം നീട്ടാൻ ഖുർആനാണെന്നോർത്തിടണേ. അത് മനസ്സിലാക്കി വെക്കാം. فطوعت له نفسه قتل أخيه. فطوعت, ഫ എന്നുള്ളത് ഫോ ആകാൻ പാടില്ല, തോ എന്നുള്ളത് തായാകാൻ പാടില്ല, വ എന്നാവാൻ പാടില്ല, വ വ വ. فطوعت له نفسه قتل أخيه فقتله فأصبح من الخاسرين. فبعث الله غرابا يبحث في الأرض ليريه كيف يواري. നോക്കിയേ, സംഭവം എന്താ നിങ്ങൾക്ക് അറിയില്ലേ? ഹാബീൽ ഖാബീലിൻ്റെ ചരിത്രമാണ് പറയുന്നത്. ഖാബീൽ ഹാബീലിനെ കൊലപ്പെടുത്തി. ഖാബീൽ ഹാബീലിനെ തന്നെ അല്ലേ കൊലപ്പെടുത്തിയിട്ടുള്ളത്, അല്ലാതെ ഹാബീൽ ഖാബീലിനെ അല്ലല്ലോ. ആദ്യം മനസ്സിലാക്കാൻ നല്ലൊരു ഐഡിയ ഉണ്ട്. ഖാത്തിൽ കൊന്ന ആള് ഖാബീൽ, അപ്പോൾ രണ്ടിലും ഖാ ഉണ്ട് അല്ലേ. ഖാത്തിൽ ഖാബീലാണ്,
അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഹാബീലും ഖാബീലും മാറിപ്പോകാൻ പാടില്ല. മുമ്പെങ്ങോ നല്ലൊരു സംസാരത്തിൽ ഹാബീൽ കൊലപ്പെടുത്തി ഖാബീലിനെ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. എങ്ങനെ? ഖാതിൽ എന്ന് പറഞ്ഞാൽ കൊന്ന ആൾ എന്നാണ്. അതാരാണ്? ഖാബീലാണ്. ഖാതിൽ ഖാബീലാണ്. ഏതായാലും നമുക്കറിയാലോ ആ സംഭവമൊക്കെ അല്ലേ, എന്തിനാണ് ഖാബീൽ ഹാബീലിനെ കൊന്നത്, കൊലപ്പെടുത്തിയത് എന്നൊക്കെ. അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ ഖാബീൽ അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരിഹാരമായിട്ട് എന്ത് ചെയ്തു? ഒരു കാക്കയെ പറഞ്ഞയക്കുന്നു, സംഗതികളൊക്കെ ചെയ്യുന്നു. ആ മറ്റേ കാക്കയെ ഈ കാക്ക കുഴിച്ചു മൂടുന്നതായിട്ട് കാണിച്ചു കൊടുക്കുന്നു. ഖാബീലിന് അയ്യോ, ഈ കാക്കയുടെ പോലും ബുദ്ധി അല്ലേ എനിക്കുണ്ടായില്ലല്ലോ എന്ന അഅജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഗുറാബ്. ഖാല യാ വൈലത അഅജസ്തു. നോക്കിയേ, അഅജസ്തു. ഇത് മാത്രം നോക്കിയേ, ആ ഒരു പദം മാത്രം. അഅജസ്തു എങ്ങനെയാ? അഅജസ്തു. എന്ന് അല്ലല്ല, ആരോ എന്ന് അതിൻ്റെ സുക്കൂനായി പറഞ്ഞിട്ടല്ലോ. ഇപ്പോൾ നോക്കിയേ, എല്ലാ അക്ഷരങ്ങളുടെയും ഹർക്കത്തുകൾ അഅജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഗുറാബി ഫഉവാരിയ സൗഅത അഖീ. ഇവിടേക്ക് ഈ സൗഅത അഖീ നേരെ തൊട്ട് മുമ്പ് നോക്കിയേ, ഒന്ന് ശ്രദ്ധിക്കേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ആയത്തിൽ തന്നെ കൈഫ യുവാരി സൗഅത അഖീഹ് അവിടെ നിർത്തുമ്പോൾ ഹായിലാണ് നിർത്തുക. അഖീഹ് കാരണം അഖീഹി എന്നുണ്ട്. എന്നാൽ തൊട്ട് താഴെ നോക്കിയേ, സൗഅത അഖീ അവിടെ യാ ഇല്ല. പക്ഷേ നമ്മൾ നിർത്തുമ്പോൾ അവിടെ ഹാ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അവിടെ ഫഉവാരിയ സൗഅത അഖീ അങ്ങനെ നിർത്തിയാൽ മതി. അഖീഹ് വേണ്ട, രണ്ടും ഇവിടെ ഉണ്ട്. തൊട്ട് മുമ്പ് അഖീഹി ഉണ്ട്, അവിടെ നിർത്തുമ്പോൾ അങ്ങനെയാണ്. ഇവിടെ അഖീ ആണ്, ഇവിടെ നിർത്തുമ്പോൾ ഇങ്ങനെയും ആണ്. ഇനി ബാക്കി من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض فسادا أن يقتلوا أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا من الأرض ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم إلا الذين تابوا من قبل أن تقدروا عليهم فاعلموا أن الله غفور رحيم. Okay. من أجل ذلك من أجل ആ ജീമിൻ്റെ ഹർക്കത്തൊന്ന് ശരിക്കും നോക്കി, സുക്കൂനാണ്. ചില ആളുകളൊക്കെ അവിടെ ഓതുമ്പോഴേ
മിൻ അജലി ദാലിക. അജൽ, അജൽ ഒന്ന് വേറെയാണ്, അജിൽ ഒന്ന് വേറെയാണ്. അജൽ വേറെയാണ്, അജിൽ വേറെയാണ്. ഏതുപോലെ നമ്മൾ നിസ്കാരം മഗ്രിബ് സുബഹ് പോലുള്ള നിസ്കാരങ്ങളുടെയൊക്കെ പിറകെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ദിക്ർ 10 തവണ ചൊല്ലണം. അതിനുശേഷം അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 വട്ടവും പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. അവിടെ അജിർനി എന്ന് ജീമിന് സുക്കൂനോട് കൂടെയല്ലേ പറയേണ്ടത്? അജിർനി, പടച്ചവനെ നീ എന്നെ കാക്കണേ നരകത്തെ തൊട്ട്. അജിർനി, ജീമിന് ജീവിതം എന്നൊക്കെ പറയുന്ന പോലെ, ജീവിതം എന്നൊക്കെ പറയുന്നത് പോലെ ജീമിന് കെസ്റ് കൊടുക്കണം. അജിർനി. ചില ആളുകളൊക്കെ പറയുന്നത് എന്താ? അല്ലാഹുമ്മ അജിർനി. അജ് ജീമിന് സുക്കൂന. അജ്ർ എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്നാണ് അർത്ഥം, കൂലി. ലഹും അജ്റുൻ കബീർ, അല്ലേ? വലിയ കൂലി കിട്ടും എന്ന് പറയും. അപ്പോൾ അജ്റുൻ പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോഴൊക്കെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് ജീമിന് സുക്കൂനോട് കൂടി പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അർത്ഥം? അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം. ദിക്റുകൾ ചൊല്ലുമ്പോഴും ദുആ ചെയ്യുമ്പോഴും ഖുർആൻ ഓതുമ്പോഴൊക്കെ നമ്മൾ എന്താ പറയുന്നത് അർത്ഥം മാറാതെ കൃത്യം ആയിരിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത് മിൻ അജ്ലി ദാലിക. എങ്ങനെ? മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ്, ഇഖ്ലാബ്, നഫ്സൻ ബിഗൈരി നഫ്സ് أو فساد في الأرض فكأنما قتل الناس جميعا. فكأنما إلى شدل نونين ده غنة مركز ده. ومن أحياها فكأنما أحيا الناس جميعا. രണ്ടിടത്തും ശദ്ദുള്ള നൂനുകളുണ്ട്, മദ്ദുണ്ട്. ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم شد اللميم شد اللنون بعد ذلك في الأرض لمسرفون. إنما جزاء الذين يحاربون الله ورسوله. ശ്രദ്ധിക്കണോ ഈ ആയത്ത് إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض فسادا أن يقتلوا أو يصلبوا أو تقطع أيديهم. മദ്ദുകളുണ്ട്. يقتلوا أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا من الأرض. കേട്ടോ, ശരിക്കും ശ്രദ്ധ വേണം ഈ ആയത്തൊക്കെ ഓതുമ്പോൾ. ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم. إلا الذين تابوا من قبل أن تقدروا عليهم. إلا الذين تابوا من قبل أن تقدروا عليهم فاعلموا أن الله غفور رحيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. إن الذين كفروا لو أن لهم ما في الأرض جميعا ومثله معه ليفتدوا به من عذاب يوم القيامة ما تقبل منهم ولهم عذاب أليم. يريدون أن يخرجوا من النار وما هم بخارجين منها
വലഹും അദാബും മുഖീം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബിന്നാർ. അല്ലാഹുവേ, ഞങ്ങളെ ആരെയും നീ നരകത്തിലിടല്ലേ അല്ലാഹ്, നരകത്തിലിടല്ലേ അല്ലാഹ്. നരകം ഞങ്ങൾക്ക് ആർക്കും കാണിച്ചു തരല്ലേ അല്ലാഹ്. നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കുള്ള വലിയ ഒരു പുണ്യകർമ്മമായി, ഇബാദത്തായി അല്ലാഹുവേ ഈ തദ്രീബ് ക്ലാസ് കേൾക്കുന്ന എല്ലാവരെയും അവരുടെയൊക്കെ അഹ്ലുകാരെയും പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. والسارق والسارقة فاقطعوا أيديهما جزاء بما كسبا نكالا من الله والله عزيز حكيم. فمن تاب من بعد ظلمه وأصلح فإن الله يتوب عليه إن الله غفور رحيم. ألم تعلم أن الله له ملك السماوات والأرض يعذب من يشاء ويغفر لمن يشاء. اللهم اغفر لنا اللهم اغفر لنا والله على كل شيء قدير. صدق الله العظيم. اوكي. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. إن الذين كفروا لو أن لهم ما في الأرض جميعا ومثله معه ليفتدوا به من عذاب يوم القيامة ما تقبل منهم. ശ്രദ്ധിക്കണേ, ما തുഖുബില മിൻഹും വലഹും അദാബുൻ അലീം. എപ്പോഴും പറയാറുണ്ട് അദാബിനു പിറകെ അലീമാനുള്ളത്. പലരും ഐനായി പറയുന്നു, അദാബുൻ അലീം എന്ന് പറയാറുണ്ട്. അല്ല, അദാബുൻ അലീം. അലീം. യുരീദൂന അൻ യഖ്റുജൂ മിനന്നാർ. അവർ നരകത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. വമാഹും ബിഖാരിജീന മിൻഹാ. നോ നോ നോ, രക്ഷപ്പെടാൻ കഴിയില്ല. വലഹും അദാബും മുഖീം. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ അയ്ദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലൻ മിനല്ലാഹ് വല്ലാഹു അസീസുൻ ഹകീം. ഫമൻ താബ മിൻ ബഅദി ളുൽമിഹി വഅസ്ലഹ فإن الله يتوب عليه إن الله غفور رحيم. പിന്നെ ألم تعلم أن الله له ملك السماوات والأرض يعذب من يشاء ويغفر لمن يشاء والله على كل شيء قدير. صدق الله العظيم. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ അല്ലാഹുവേ, ഞങ്ങളുടെ ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറാൻ കാരണമായി തദ്രീബ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാനുള്ള പരിഹാരമായി സബബായി ഈ തദ്രീബ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. രോഗികൾ ഒരുപാടുണ്ട് ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവരിൽ. പഠിച്ചവനെ നീ താമായ ശിഫ നൽകണേ അല്ലാഹ്, ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ തദ്രീബ് ക്ലാസ്സിലുണ്ട്. പഠിച്ചവനെ ഒരുപാട് പേര് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നീ ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്, ഷർറിൻ്റെ വാതിലുകളൊക്കെ അടക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്. അല്ലാഹുവേ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. വയനാട് ദുരന്തത്തിലൊക്കെ മരണപ്പെട്ട് അല്ലാഹുവേ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗമാക്കണേ അല്ലാഹ്. ഒരുപാട് പേര് ഇപ്പോഴും അവരെ കണ്ടെത്തിയിട്ടില്ല.
അള്ളാഹുവേ അവർക്കൊക്കെ നീ ശുഹദാഇൻ്റെ പ്രതിഫലം നൽകണേ അല്ലാഹ്, ശുഹദാഇൻ്റെ പ്രതിഫലം നൽകണേ അല്ലാഹ്. പ്രായമായവർ, രോഗികൾ, സഹോദരിമാർ, ഉമ്മമാർ, ഉപ്പമാർ, പിഞ്ചു കുട്ടികൾ, അള്ളാഹുവേ ഒരുപാട് പേര് ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹ് അവരുടെ കുടുംബത്തിൽ നിന്ന് ബാക്കിയുള്ള അല്പം ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നീ സബ്ർ നൽകണേ അല്ലാഹ്, സബ്ർ നൽകണേ അല്ലാഹ്, ഈമാൻ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അത്തരം ദുരന്തങ്ങൾ ഞങ്ങളുടെ നാട്ടിലോ ഒന്നും ഇനി നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെല്ലാവരെയും നീ കാത്തി രക്ഷിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ